തമിഴ്നാട്ടിലെ സ്റ്റാലിൻ സർക്കാർ നൽകിയ 5000 രൂപ സ്വീകരിച്ചതിന് സ്വന്തം അമ്മയെ അടിച്ചെന്ന് പറയുകയാണ് ഒരു മകൻ. മകൻ വിജയുടെ തമിഴക വെട്രിക്കഴകം പാർട്ടിയുടെ പ്രവർത്തകനാണ്. ഒരു തമിഴ് മാധ്യമം പ്രതികരണം ചോദിച്ചപ്പോഴാണ് ആ പണം വാങ്ങിയത് താൻ അമ്മയെ അടിച്ചിട്ടാണ് വരുന്നതെന്ന് ടി.വിക്ക് പ്രവർത്തകനായ മകൻ പറയുന്നത്. സ്റ്റാലിൻ തരുന്ന പണം മേടി ജീവിക്കേണ്ട ആവശ്യം തനിക്കില്ലെന്നുമാണ് ഇയാൾ പറയുന്നത്. ആ പണം വാങ്ങിയതിന് ഞാൻ എൻ്റെ അമ്മയെ അടിച്ചു ബ്രോ, ആ പണം വാങ്ങരുതെന്ന് പറഞ്ഞാണ് അടിച്ചത്. അമ്മയെ അടിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ വരുന്നത്. ആ പണം എനിക്ക് ആവശ്യമില്ല. അവൻ സ്റ്റാലിൻ തരുന്ന പണത്തിന് ജീവിക്കണം എന്ന ആവശ്യമില്ല എന്നാണ് യുവാവ് പറയുന്നത്. അതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയും ചെയ്തു. തമിഴ്നാട്ടിൽ നിയമസഭാ ഇലക്ഷൻ അടുത്തിരിക്കെ കലൈഞ്ചർ മകളിർ ഉരുമൈ തുകൈ എന്ന പദ്ധതിയുടെ ഗുണഭോക്താക്കളായ സ്ത്രീകൾക്കാണ് സർക്കാർ 5000 രൂപ വീതം നൽകിയത്. 1.31 കോടി സ്ത്രീകളുടെ അക്കൗണ്ടുകളിൽ ഈ പണം എത്തിയിരുന്നു. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലെ പ്രതിമാസ വിഹിതം ചേർന്ന 3000 രൂപയും പ്രത്യേക വേനൽക്കാല സഹായമായ 2000 രൂപയും ഉൾപ്പെടെയാണ് 5000 രൂപ ഈ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത്. DMK സർക്കാർ വീണ്ടും അധികാരത്തിലെത്തിയാൽ ഈ പദ്ധതിയുടെ ഭാഗമായി നൽകുന്ന തുക ഇരട്ടിയാക്കുമെന്നും മുഖ്യമന്ത്രി സ്റ്റാലിൻ പ്രഖ്യാപിച്ചിരുന്നു. സംസ്ഥാനത്തെ 1.31 കോടി ഉപഭോക്താക്കളുടെ അക്കൗണ്ടിലാണ് പണം എത്തിയത്. പ്രതിമാസം 1000 രൂപ നൽകുന്ന സംസ്ഥാന സർക്കാരിന്റെ ഒരു പദ്ധതിയാണത്. ഇപ്പോൾ ഫെബ്രുവരിയിലെ തുകകൾ ചേർത്ത് മാർച്ചിലെയും ഏപ്രിലെയും തുക കൂടി നൽകി. അതിനോടൊപ്പം വേനൽക്കാല സഹായമായ 2000 രൂപയും ഒരു സ്പെഷ്യൽ പാക്കേജ് എന്ന നിലയിൽ നൽകി. ചിലർ തെരഞ്ഞെടുപ്പ് ചൂണ്ടിക്കാണിച്ച് ആനുകൂല്യം മുടക്കാൻ ശ്രമിക്കുന്നതായും അതിന് മുമ്പ് തന്നെ സർക്കാർ പ്രവർത്തിച്ചു എന്നുമാണ് ഇതിനെക്കുറിച്ച് മുഖ്യമന്ത്രി കെ സ്റ്റാലിൻ പറയുന്നത്. ഇത് സ്റ്റാലിൻ സഹോദരിമാർക്ക് നൽകിയ ഉറപ്പാണ്. അത് തടയാൻ ആര് ശ്രമിച്ചാലും താൻ പിന്നോട്ട് പോകില്ല. DMK സർക്കാർ വീണ്ടും അധികാരത്തിലെത്തിയാൽ പ്രതിമാസം 1000 എന്നത് മാറ്റി അത് 2000 ആക്കുമെന്നും സ്റ്റാലിൻ പറയുന്നു. ഡൽഹിയിലുള്ള ഒരു വിഭാഗവും തമിഴ്നാട്ടിലെ അവരുടെ അനുയായികളും ചേർന്ന് ഇലക്ഷൻ കാലത്ത് ഈ തുക ലഭിക്കാതിരിക്കാൻ വലിയ ഗൂഢാലോചന നടത്തുന്നതായി വിവരം ലഭിച്ചുവെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. ഇങ്ങനെ പണവും വൻ സൗജന്യങ്ങളും വാരിക്കോരി നൽകി വീണ്ടും അധികാരത്തിലെത്തുക എന്ന പതിവ് തന്ത്രം പയറ്റുകയാണ് സ്റ്റാലിനും DMKയും. എന്നാൽ ഈ സർക്കാർ നൽകുന്ന സൗജന്യങ്ങൾ സന്തോഷത്തോടെ വാങ്ങി നിങ്ങൾ വിജയ്ക്ക് വോട്ട് ചെയ്യൂ എന്നൊരു ക്യാമ്പയിൻ വിജയിന്റെ പാർട്ടിയും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് സ്റ്റാലിൻ കോപ്പിയടിക്കുന്നു എന്നൊരു ആരോപണം കൂടെ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. ഇതിൽ പ്രധാനം പൊതുയോഗങ്ങളിൽ റാമ്പ് വാക്ക് നടത്തുന്നതാണ്. ആദ്യ പൊതുപരിപാടി മുതൽ വേദിയിൽ നിന്നും ഏറെ ദൂരം നീട്ടി നിർമ്മിച്ച റാമ്പിലൂടെയാണ് വിജയ് എത്തിയിരുന്നത്. കൊടികളും പൂക്കളും വിതറി പ്രവർത്തകർ ആ നടത്തം ആഘോഷമാക്കും. ഇതേ ഐഡിയ അതുപോലെ കഴിഞ്ഞ പൊതുറാലിയിൽ സ്റ്റാലിൻ കോപ്പിയടിച്ചു എന്നാണ് ടി.വിക്ക് പറയുന്നത്. വിജയുടെ സ്റ്റൈലിൽ വെള്ള ഷർട്ടും പാൻറ്റും പോലും പകർത്തിയെന്നാണ് ആരോപണം. അച്ഛനെ പോലെ മകൻ ഉദയനിധിയും വിജയിനെ കോപ്പിയടിക്കുന്നുണ്ട്. ആരാധകർക്കൊപ്പമുള്ള സെൽഫി കൊണ്ടും സെൽഫി വീഡിയോ കൊണ്ടും വിജയ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയനായിരുന്നു. അതേപോലെ ഇപ്പോൾ ഉദയനിധിയും പൊതുപരിപാടികളിൽ സെൽഫി വീഡിയോ എടുത്ത് ഷെയർ ചെയ്യുകയാണ്. തമിഴ്നാട്ടിലെ ജനങ്ങൾ പ്രബുദ്ധരാണ് എന്നതൊക്കെ ശരിയാണ്. പക്ഷേ രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ തമിഴ്നാട് ഏറെ പിന്നിലാണ്. എക്കാലത്തും പണം അല്ലെങ്കിൽ മറ്റ് സമ്മാനങ്ങൾ നൽകി വോട്ട് മേടിക്കുന്ന രീതിയാണ് അവിടെ എല്ലാ പാർട്ടികളും പിന്തുടരുന്നത്. ജയലളിതയും കരുണാനിധിയും സ്റ്റാലിനും ഒക്കെ ഇക്കാര്യത്തിൽ മത്സരിക്കുകയായിരുന്നു. തയ്യൽ മെഷീൻ, മിക്സി, TV, സൈക്കിൾ, ലാപ്ടോപ്പ് എന്നിങ്ങനെ ഇവർ മാറിയും തിരിഞ്ഞും നൽകാത്ത സമ്മാനങ്ങളില്ല. അതിന്റെ കൂടെ പണവും നൽകാറുണ്ട്. പലപ്പോഴും പാതിരാത്രിയിലാണ് പണവുമായി പ്രവർത്തകർ ഇറങ്ങുന്നത്. ഓരോ വീട്ടിലും കയറിയിറങ്ങി വോട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് എടുത്ത് തല എണ്ണിയാണ് പണം നൽകുന്നത്. പട്ടാപകലും ഇങ്ങനെ പണം കൊടുക്കാറുണ്ട്. ഇങ്ങനെ സമ്മാനങ്ങളും പണവും വാങ്ങുന്നവർ അത് കൊടുത്ത പാർട്ടിക്ക് തന്നെ വോട്ട് ചെയ്യുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അപ്പോഴാണ് സ്റ്റാലിൻ്റെ പണം വാങ്ങിയതിന് അമ്മയെ തല്ലി എന്ന് അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ട് ഒരു വിജയ് ആരാധകൻ രംഗത്ത് വരുന്നത്. തമിഴ്നാടിന് മാത്രം സ്വന്തമായുള്ള ഒരു ജീർണിച്ച രാഷ്ട്രീയ സംസ്കാരമാണ് ഇത് വെളിപ്പെടുത്തുന്നത്. നേതാക്കളായ സിനിമാ താരങ്ങൾ മരിക്കുമ്പോൾ അവരുടെ കൂടെ ജീവനൊടുക്കുന്നതും തമിഴ്നാട്ടിൽ മാത്രമേ കാണാൻ കഴിയൂ.